ജൂൺ 8 വിശുദ്ധ മറിയം ത്രേസ്യ ചിറമേൽ. ജനനം 1876 ഏപ്രിൽ 26 ഇന്ത്യയിലെ തൃശ്ശൂരിൽ. മരണം 1926 ജൂൺ 8 50-ാം വയസ്സിൽ തൃശ്ശൂരിലെ കുഴിക്കാട്ടുശ്ശേരിയിൽ. ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് മഠത്തിൻ്റെ സ്ഥാപകയാണ്. വിശുദ്ധ മറിയം ത്രേസ്യയുടെ വല്യപ്പച്ചൻ കുലീന കുടുംബത്തിലെ അംഗമാണ്. തൻ്റെ സമ്പത്തെല്ലാം 7 പെൺമക്കളെയും സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചയച്ചപ്പോഴേക്ക് ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. മകൻ തോമായ്ക്ക് ലഭിച്ച പാരമ്പര്യ സ്വത്ത് അവരെ സമ്പന്നരെന്ന് വിളിക്കാൻ ഉതകുമായിരുന്നില്ല. തൻ്റെ ആദ്യ ഭാര്യ മറിയംകുട്ടി 1872 പ്രസവ സമയത്ത് മരിച്ചുപോയി. തോമ പിന്നീട് വിവാഹം കഴിച്ച തണ്ടയിൽ ജനിച്ച 5 മക്കളിൽ 3-ാമത്തെ സന്താനമാണ് ത്രേസ്യ. ആവിലായിലെ ത്രേസ്യയോടുള്ള ബഹുമാനാർത്ഥം നൽകിയ പേരാണിത്. ചെറുപ്രായത്തിൽ തന്നെ മകളുടെ കഠിനമായ ഉപവാസവും രാത്രി പ്രാർത്ഥനകളും കണ്ട് അമ്മ ആകുലപ്പെട്ടിരുന്നു. ദാരിദ്ര്യത്തിലേക്ക് വീഴുന്ന കുടുംബത്തിൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങളിൽ മനംനൊന്ത് പിതാവ് മദ്യപാനം ആരംഭിച്ചതിനാൽ മാതാവും വളരെയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയി. ത്രേസ്യയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. തൻ്റെ മറ്റു കൂട്ടുകാരോടൊപ്പം ത്രേസ്യ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ സംഘടിപ്പിക്കുകയും ഭവനങ്ങൾ തോറും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരു ജീവിതചര്യയായി മാറി. ഇതിനിടയിൽ ലഭിച്ച ദൈവാനുഭവങ്ങളിൽ നിന്നും ഈശോയുടെയും കന്യകാമാതാവിൻ്റെയും സജീവ സാന്നിധ്യം വ്യക്തമായി തുടങ്ങി. അതോടൊപ്പം സാത്താനിക ഉപദ്രവങ്ങൾ സഹനകാരണങ്ങളായെങ്കിലും വിശുദ്ധ അത് തൻ്റെ ദൈവാശ്രയത്വത്താൽ കൃപകളാക്കി മാറ്റി. മെത്രാൻ നിയോഗിച്ച ജോസഫ് വിധേയത്തലച്ചനിലൂടെ പല പ്രാവശ്യം ഭൂതോച്ചാടനത്തിന് വിധേയയാകേണ്ടി വന്നു ത്രേസ്യയ്ക്ക്. ദൈവവേലയിൽ ശക്തമാകുവാൻ, കന്യാസ്ത്രീയാകുവാനുള്ള നിർദ്ദേശം സ്വർഗത്തിൽ നിന്നും ദർശനത്തിലൂടെ ലഭിച്ചു. തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് ജോൺ മേനാച്ചേരിൽ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം പുതിയതായി ആരംഭിച്ച ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് മഠത്തിലും പിന്നീട് ഒല്ലൂരിലെ കർമ്മലീത്ത മഠത്തിലും സന്യാസിനിയായി ചേർന്നു. ദൈവം തന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇതല്ല എന്ന ഉത്തമ ബോധ്യത്താൽ തൻ്റെ ആത്മീയ പിതാവായി മാറിയ വികാരിയച്ചൻ ജോസഫ് വിധേയത്തിലിനെ സമീപിച്ചു. തുടർന്ന് 1914 മെയ് 14 തൃശ്ശൂരിലെ പുത്തൻചിറയിൽ തിരുക്കുടുംബ സന്യാസിനി മഠത്തിന് ആരംഭം കുറിച്ചു. കുടുംബങ്ങളെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചും ഭവനങ്ങളിലെ രോഗികൾക്കും സമൂഹത്തിലെ അശരണർക്കും ആദരശുശ്രൂഷകൾ ചെയ്തും വന്ന ആ സന്യാസ സമൂഹം മഠത്തോടൊപ്പം പെൺകുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനായി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടയിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നിർദ്ദേശപ്രകാരം തൻ്റെ പേരിനൊപ്പം മറിയമെന്ന് കൂട്ടിച്ചേർത്തു. 1905 ആദ്യ പഞ്ചശതാനുഭവം ലഭിച്ചു. 1909 ജനുവരി 27 പഞ്ചശതാനുഭവം കൂടുതൽ വ്യക്തവും ദൃശ്യവുമായിരുന്നു. അതേസമയം മറിയം ത്രേസ്യയ്ക്ക് പൈശാചിക ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടുവരുന്നു. 1926 തുമ്പൂരിലെ തൻ്റെ 2-ാമത്തെ മഠത്തിൻ്റെ കൂദാശാനുബന്ധമായ ആൾത്തിരക്കിനിടയിൽ അൾത്താരയിലെ അഴിക്കാൽ മറിയം ത്രേസ്യയുടെ കാലിലേക്ക് മറഞ്ഞു വീണ് കാലിൽ മാരകമായ മുറിവുണ്ടായി. ഉണങ്ങാത്ത ആ മുറിവ് പിന്നീട് മരണകാരണമായി മാറി. തൻ്റെ മരണദിവസമായപ്പോൾ തറയിൽ ഒരു തുണി വിരിച്ച് അതിൽ കിടത്തുവാൻ മറിയത്തിൻ്റെ സ്വന്തം ത്രേസ്യ ആവശ്യപ്പെട്ടു. താൻ മരിച്ച ശേഷം ശരീരം കഴുകേണ്ട എന്ന് ചുറ്റിനും നിന്നവർക്ക് നിർദ്ദേശം നൽകി. 1926 ജൂൺ 8 രാത്രി 10 മണിക്ക് ഈശോ മറിയം യോസേപ്പെ, എൻ്റെ ഹൃദയവും ആത്മാവും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നരുൾ ചെയ്തുകൊണ്ട് ആ ആത്മാവ് ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. 1994 ജൂൺ 28 ജോൺ പോൾ 2 പാപ്പ ഈ പുണ്യാത്മാവിനെ ദൈവദാസിയായി പ്രഖ്യാപിച്ചു. മഹാജൂബിലി വർഷമായ 2000 ഏപ്രിൽ 29 ദൈവദാസി മറിയം ത്രേസ്യയെ വാഴ്ത്തപ്പെട്ടവളായി ഉയർത്തി. 2019 ആഗമാന സീറോ മലബാർ സഭയുടെ അഭിമാനമായി ഫ്രാൻസിസ് പാപ്പ വിശുദ്ധയായി മറിയം ത്രേസ്യയെ നാമകരണം ചെയ്തു. വചനം റോമ 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആത്മാവിലുള്ള ജീവിതം. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. വിചിന്തനം. നാം പാപികളായിരിക്കെ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണത കണ്ടെത്താനാകില്ല. ചെയ്യുന്നതിന് മുമ്പ് എല്ലാം ദൈവത്തോട് ആലോചന ചോദിക്കാൻ പരിശീലിക്കാം.
പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പൈശാചിക ഉപദ്രവങ്ങളും നേരിട്ടപ്പോഴും വിശുദ്ധ മറിയം ത്രേസ്യയെ തിരഞ്ഞെടുത്തത് ആ സഹനങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. ഈ സഹനത്തിൻ്റെ വില നിത്യജീവിതത്തിലും വരും തലമുറകളിലും അനുഗ്രഹമായി മാറും. നിശ്ചയം.